ഹലോ ഗൈസ്, ഞാൻ എൽസൺ ജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് 2025 മാർച്ച് 16 ഈ വീഡിയോ എടുക്കുന്ന സമയം കേട്ടോ. അപ്പം ഞാൻ രാവിലെ പള്ളിയിലൊക്കെ പോയി, ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പള്ളിയിലൊക്കെ പോയതിന് ശേഷം തിരിച്ചിങ്ങനെ വന്ന വഴിക്ക് ഒരു ചായ കുടിക്കാൻ നേരത്തെ ചുമ്മാ ഒരു കോഫി ബാർ കയറി. അപ്പോൾ ജസ്റ്റ് ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു പത്രം ഇരിക്കുന്ന കണ്ടു. അപ്പോൾ ആ പത്രം ഇരിക്കുന്ന കണ്ടപ്പോൾ ആ പത്രത്തിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് കണ്ടു. അപ്പോൾ ആ ന്യൂസിനകത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അതായത് സ്വകാര്യ മേഖലയിലുള്ള കുറച്ച് യൂണിവേഴ്സിറ്റീസിൻ്റെ പങ്കാളിത്തം കൂടി ഇനി കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ കൊണ്ടുവരുന്നതിനെക്കുറിച്ച്, അതേപോലെ വിദേശത്തു നിന്നുള്ള യൂണിവേഴ്സിറ്റികളുടെ ബ്രാഞ്ചുകൾ പോലും ഈവൻ കേരളത്തിലും ഇന്ത്യയിലും തുടങ്ങാനുള്ള ഒരു പദ്ധതി ഉണ്ടെന്ന് നമ്മൾ കുറച്ച് നാൾ മുമ്പ് കേട്ടിരുന്നു. അപ്പം ആ സെയിം സംഭവം വരുന്നതിനെക്കുറിച്ചും അതിൻ്റെ ഒരു പ്രതിഷേധത്തെക്കുറിച്ചും ഒക്കെ ഉള്ളൊരു ന്യൂസ് ഇങ്ങനെ ജസ്റ്റ് കണ്ടു. അപ്പോഴത്തേനും നമ്മുടെ മന്ത്രി ജസ്റ്റ് അതിന് താഴെ പറഞ്ഞിരിക്കുന്നു, അത് പൊതു താല്പര്യമാണ് ആക്ച്വലി, അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പിന്മാറുന്നില്ല. നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരും, പുറത്തുനിന്നുള്ള സിസ്റ്റം കൊണ്ടുവരും, അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള പൊതുമേഖലാ തലത്തിലുള്ള യൂണിവേഴ്സിറ്റികളെ കുറച്ചുകൂടെ ശക്തിപ്പെടുത്തുമെന്നും പറഞ്ഞു. അപ്പോൾ ആക്ച്വലി ഈ ന്യൂസ് കണ്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം പറയാനായിട്ട് തന്നെ തോന്നിയത്. ശരിക്കും വിദ്യാഭ്യാസമാണോ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ വിദേശത്തേക്ക് ഇങ്ങനെ കുടിയേറാനുള്ള കാരണം? എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ശരിക്കും എല്ലാവരുടെയും ഇപ്പോഴത്തെ ചിന്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ സ്റ്റുഡൻസും +2 അല്ലെങ്കിൽ ഡിഗ്രി കഴിയുന്ന പാടെ മറ്റൊരു രാജ്യത്തേക്ക് എങ്ങനെയും ഒരു വിദ്യാഭ്യാസത്തിന് കുടിയേറുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് നമ്മുടെ നാട് മാറി. അപ്പോൾ ഇങ്ങനെ ഇത് മാറിയതിൻ്റെ കാരണം നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന് ആവശ്യത്തിനുള്ള ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടാണോ? ഒരിക്കലും അല്ല. ഇവിടുത്തെ വിദ്യാഭ്യാസം നല്ല വിദ്യാഭ്യാസം തന്നെയാണ്. നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസത്തിന് ഒരു വിലയില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ വിദേശ രാജ്യങ്ങളിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ ഈവൻ ഒരു അഡ്മിഷൻ പോലും കിട്ടത്തില്ല. നല്ലൊരു അഡ്മിഷൻ കിട്ടി നല്ലൊരു യൂണിവേഴ്സിറ്റി നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ ആ യൂണിവേഴ്സിറ്റി, നമ്മൾ പഠിക്കുന്ന നമ്മുടെ നാട്ടിലെ യൂണിവേഴ്സിറ്റികൾക്ക് വിലയുണ്ടെന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ സിലബസും ഇതേ കാര്യങ്ങളും ഫോളോ ചെയ്ത് വന്ന ആളുകളാണ് ഇന്ന് ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ ഒരിക്കലും നമ്മുടെ സിലബസുകളും നമ്മുടെ യൂണിവേഴ്സിറ്റികളും ഒന്നും മോശമൊന്നുമല്ല. പിന്നെ എക്സാം നടത്തി കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് വരാനുള്ള കുറച്ച് താമസവും ഇങ്ങനെയുള്ള കാര്യങ്ങളും ചില സിലബസുകളൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി പോയി എന്നുള്ള ചില പ്രശ്നങ്ങളും ഉണ്ട് എന്ന് വെച്ചാലും നമുക്ക് നല്ലൊരു വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെയാണ് നമ്മുടെ കേരളത്തിൽ നിലവിലുള്ളത്. എന്തുകൊണ്ടാണ് പിന്നെ ഈ ആൾക്കാരെല്ലാം ഇങ്ങനെ ഈ പുറത്തേക്ക് പോണേ? അപ്പോൾ അതിനുള്ള ഒരു 4-5 കാര്യങ്ങൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടിയ കാര്യങ്ങളാണ് കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇപ്പം വിപുലീകരിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, നല്ലത് തന്നെ, അങ്ങനെ ചെയ്യണം. നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റം വേണം, നല്ല സിലബസ് വേണം, കാര്യങ്ങൾ വേണം. പക്ഷേ ഇതെല്ലാം കൊണ്ടുവരുമ്പോഴും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഇവിടെ തുടർന്ന് നിൽക്കുമോ? ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവന്നാലേ ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. അല്ലാതെ എന്തെങ്കിലും കാരണം പറഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഒരു കാരണം ഇതുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മൾ അത് മാത്രം ശക്തിപ്പെടുത്തിയത് കൊണ്ട് ഒരിക്കലും ഒരു കാര്യവുമില്ല. നമുക്ക് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു കാര്യമൊന്നുമല്ല മൈഗ്രേഷൻ. മനുഷ്യനുണ്ടായ കാലം തൊട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്നൊരു തലമുറ അല്ലെങ്കിൽ വന്നൊരു കൂട്ടം ആളുകളാണ് ഈ മനുഷ്യൻ എന്നടങ്ങുന്ന ആ ഒരു ജീവിവർഗം. ലോകത്ത് ആദ്യമായിട്ട് മനുഷ്യൻ ഉണ്ടായത് അല്ലെങ്കിൽ മനുഷ്യൻ പരിണമിച്ചു വന്നു എന്ന് കരുതപ്പെടുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചത് മൈഗ്രേഷനിലൂടെയാണ്. ആ കാലത്ത് അത് ഫുഡിനും അതേപോലെ തന്നെ പാർപ്പിടത്തിനും നല്ല കാലാവസ്ഥയ്ക്കും പല കാരണങ്ങൾ കൊണ്ടും ആളുകൾ മൈഗ്രേറ്റ് ചെയ്തു. ഇന്ന് ആ ഒരു സാഹചര്യമല്ല ലോകത്തുള്ളത്. എല്ലാ സ്ഥലത്തും ഒരേപോലെ തന്നെ ആഹാരവും അതേപോലെ തന്നെ പാർപ്പിട സൗകര്യങ്ങളും കാലാവസ്ഥയും എല്ലാം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനുള്ള സിസ്റ്റം ഈ ഓരോ രാജ്യത്തും ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും പേരിൽ ആരും മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഉള്ള കാലത്ത് ആരും നോക്കുകയില്ല. അപ്പോൾ ഇപ്പോൾ ആളുകൾ എന്തിനാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ആളുകൾ മൈഗ്രേറ്റ് ചെയ്യാനുള്ള മജോറിറ്റി അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ളൊരു കാരണം സാമ്പത്തികമായിട്ടുള്ള കാര്യവും അതേപോലെ തന്നെ പദവികൾക്ക് വേണ്ടിയുമാണ്. അല്ലാതെ വേറെ എഡ്യൂക്കേഷനോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നുമല്ല. ആളുകളുടെ മുന്നിൽ നമുക്ക് കിട്ടേണ്ട വിലയ്ക്ക് വേണ്ടിയും സാമ്പത്തികമായിട്ട് നമുക്ക് വേണ്ടി ഉന്നമനത്തിന് വേണ്ടിയുമാണ് ഈ കണ്ട ആളുകളെല്ലാം ഈ മൈഗ്രേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ പോലെ ഒരു സിസ്റ്റം അല്ല ഇന്ന്. പണ്ടത്തെ ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ടത്തെ ആളുകളുടെ ആവശ്യങ്ങൾ കുറവായിരുന്നു. ഇന്നത്തെ തലമുറയിൽപ്പെട്ട പോലെ. അതിന് ഒന്നാമത്തെ കാരണം വിദ്യാഭ്യാസ സമ്പ്രദായം. അന്ന് എല്ലാവർക്കും പ്രോപ്പറായിട്ടുള്ള വിദ്യാഭ്യാസം ഒന്നും പണ്ടത്തെ കാലത്ത് ആളുകൾക്ക് കിട്ടിയിരുന്നില്ല. പല കാരണങ്ങൾ കൊണ്ടാണ് കേട്ടോ. അതിപ്പോൾ ഈവൻ നല്ല നല്ല സ്കൂളുകളില്ലായിരുന്നു. ഇനി സ്കൂളുകൾ ഉണ്ടായിരുന്നെങ്കിലും വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു ആവശ്യകത മനസ്സിലാക്കാതെ ആളുകൾ സ്കൂളിൽ പോവാതെയും ഒരു വിദ്യാഭ്യാസം നേടാതെയും അവരവരുടെ ചെറിയ എന്തെങ്കിലും കൈത്തൊഴിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെയുള്ള മനുഷ്യരുടെ ലോകം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ചുറ്റുപാടിൽ ഒതുങ്ങിക്കൂടി ഓരോരുത്തരും ജനിച്ചു വളർന്ന് ആ നാട്ടിൽ തന്നെ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുള്ള ഒരു ലോകമായിരുന്നു. അന്നത്തെ കാലത്തുള്ള ആളുകൾ മാറി. ഇന്നത്തെ കാലത്ത് എല്ലാ ആളുകൾക്കും മിനിമം എങ്കിലും ഒരു വിദ്യാഭ്യാസം എല്ലാ ആളുകൾക്കും ഉണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഗവൺമെൻറ് തലത്തിൽ നിന്നും മതത്തിൻ്റെ സൈഡിൽ നിന്നും എല്ലാം സ്കൂളുകളായിട്ടും കോളേജുകളായിട്ടും ഒത്തിരി സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ഇന്ന് ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിക്കും ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസവും അവനുള്ള സൗകര്യങ്ങളും എല്ലാം നമ്മുടെ നാട്ടിൽ തന്നെ അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എല്ലാ ആളുകളും വിദ്യാഭ്യാസം നേടുന്നുണ്ട്. ഇങ്ങനെ വിദ്യാഭ്യാസം നേടുന്ന ഇവരുടെ കയ്യിൽ
ടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു കുതിച്ചുചാട്ടവും ഇതിനൊപ്പം തന്നെ ഉണ്ടായിട്ടുണ്ട്. പണ്ടത്തെ കാലത്ത് ആളുകൾക്ക് നോർമലായിട്ട് ഫോൺ വിളിക്കാനുള്ള ഒരു സംവിധാനം, ഒരു കമ്മ്യൂണിക്കേഷൻ സംവിധാനം പോലും ഇല്ലാതിരുന്ന ഒരു സമയത്ത് ഇന്നത്തെ കാലത്ത് നോക്കുമ്പോൾ ഒരു കുഞ്ഞു കുട്ടിയുടെ കയ്യിൽ പോലും ഇന്ന് അവൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൊബൈൽ ടെക്നോളജി ഉള്ള ഏതെങ്കിലും ഒരു ഫോൺ ഉണ്ടാവും. ലോകത്തെ എല്ലാ കാര്യങ്ങളും അവൻ്റെ വിരൽത്തുമ്പിൽ അവന് ഇന്ന് ആക്സസിബിൾ ആണ്. അങ്ങനെ അവൻ ലോകം എന്താണെന്നും രാജ്യങ്ങൾ എന്താണെന്നും അവൻ്റെ അവസരങ്ങൾ എന്താണെന്നും എല്ലാം മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരാൾ ഈ നാട്ടിൽ തന്നെ തുടർന്ന് നിൽക്കണമെങ്കിൽ ഈ നാട്ടിൽ അതിനനുസരിച്ച് മറ്റു രാജ്യങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ ഉള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. എഡ്യൂക്കേഷൻ മാത്രമല്ല ഒരിക്കലും ഒരാളെ ഒരു നാട്ടിൽ പിടിച്ചു നിർത്തുന്നത്. ഇപ്പം നമുക്ക് നാട്ടിൽ തന്നെ ഏറ്റവും നല്ല ജോലി സാധ്യതകളും നല്ല സാലറിയും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്തുണ്ടാവും? ഈ നാട്ടിൽ തന്നെ നിന്നാൽ മതി. നമ്മുടെ സ്വന്തം നാട്ടിൽ, ജനിച്ചു വളർന്ന നാട്ടിൽ എല്ലാ സൗകര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിന് മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറണം? അതെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പോയ ആളുകൾ പലരും തിരിച്ചും വരും. അതേപോലെ തന്നെ ഇനി പോകാനിരിക്കുന്ന ആളുകൾ അത് മാറി ചിന്തിക്കാനും തയ്യാറാവും. ഈ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി വിദേശത്ത് പോയി കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞൊരു ന്യൂസ് പേപ്പറിലൊരു വാർത്ത ഞാൻ കണ്ടിരുന്നു. അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ അങ്ങനെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും ഗുണമുണ്ടാകുന്നത്? തമിഴ്നാട്ടിലുള്ള യുവാക്കൾക്ക് ഒത്തിരി ജോലി സാധ്യതകളാണ് അവിടെ കിട്ടുന്നത്. തമിഴ്നാട്ടിൽ മാത്രമല്ല, ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾക്ക് തമിഴ്നാട്ടിൽ പോയി ആ ഒരു കമ്പനിയിൽ, ഇപ്പോൾ ഒരു കമ്പനി സപ്പോസ് ഒരു കമ്പനി ഒരു 1000 കോടി ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിൽ നിക്ഷേപിക്കുമ്പം അവിടെ ജോലി സാധ്യതകൾ ഉണ്ടാകുന്നുണ്ട്. ആ ജോലി സാധ്യതകളിൽ കൂടെ അവിടെ ഒരു 10,000 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റിയാൽ ആ 10,000 പേരുടെ കുടുംബമാണ് നന്നാവുന്നത്. സോ ഈ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒത്തിരി വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ കഴിഞ്ഞ ഇടയിൽ ഇൻഫോ പാർക്ക്, ടെക്നോ പാർക്ക്, സൈബർ പാർക്ക് ഇങ്ങനെയൊക്കെയുള്ള ടെക്നോളജി പാർക്കുകൾ കേന്ദ്രീകരിച്ചും കൊച്ചി കേന്ദ്രീകരിച്ചും ഒക്കെ കുറേ വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് നമ്മൾ പല ദിവസവും ന്യൂസിൽ കേൾക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഇതിനകത്തെല്ലാം കുറേ കമ്പനികൾ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് വെക്കുകയും അതേപോലെ തന്നെ പുതിയ പുതിയ ഇൻവെസ്റ്റേഴ്സ് വന്ന് ഇവിടെ ഒത്തിരി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും കാര്യങ്ങൾ ചെയ്യുകയും അത് ഗവൺമെൻറ് തലത്തിൽ നിന്ന് ഒത്തിരി സപ്പോർട്ട് അതിന് കൊടുക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾ ന്യൂസുകൾ കാണാറുണ്ട്. അപ്പോൾ ഇത് എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്? ശരിക്കും ഇതാരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള വ്യവസായങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ഇതേപോലുള്ള പുതിയ പുതിയ ഇൻവെസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുകയും അതുവഴി ഈ നാട്ടിൽ ബിസിനസ്സുകൾ വളർത്തിക്കൊണ്ട് വരികയുമാണ് ചെയ്യേണ്ടത്. ഇനി ഈ ബിസിനസ്സുകൾ വളർന്നു വന്നു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അവരവർ പഠിച്ച മേഖലയിൽ അവരവർക്ക് നല്ല ജോലി കിട്ടുന്നുണ്ടോ എന്നും കൂടെ നമുക്ക് ഉറപ്പുവരുത്തണം. നല്ല ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവന് നല്ല ശമ്പളം അവന് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. മാന്യമായ ശമ്പളം, അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള മാന്യമായ ഒരു ശമ്പളം, മാന്യമായ ഒരു ജോലി, മാന്യമായ ഒരു വിദ്യാഭ്യാസം, മാന്യമായ സൗകര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവൻ പിന്നെ മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറേണ്ട ആവശ്യം പലപ്പോഴും ഉണ്ടാവത്തില്ല. ഇതൊന്നും അല്ലാതെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാത്രം നന്നാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് വരാമെന്ന് വിചാരിച്ചാൽ എഡ്യൂക്കേഷൻ നല്ലപോലെ ഇവർക്ക് കൊടുക്കാനായിട്ട് പറ്റുമായിരിക്കാം. പക്ഷേ ഇവിടെ ചേരാനുള്ള പിള്ളേരുടെ അവസ്ഥ, അല്ലെങ്കിൽ പിള്ളേർ എത്രത്തോളം ഉണ്ട് എന്ന്, സ്റ്റുഡൻസ് എത്ര പേര് അതിൽ ചേരുമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ ചേർന്ന് കഴിഞ്ഞാലും അവർ ആ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞ് വീണ്ടും അവർ മൈഗ്രേറ്റ് ചെയ്യാനായിട്ടേ നോക്കുകയുള്ളൂ. ഇന്ന് ഈ വിദേശത്തേക്ക് പോകുന്ന ആളുകളെല്ലാം സ്റ്റുഡൻറ്റ് വിസ ചൂസ് ചെയ്യാനുള്ള കാരണം തന്നെ എന്താ? ഇവൻ എഡ്യൂക്കേഷൻ അല്ല ഇവരുടെ ഒന്നും ആവശ്യം. ഇവരെല്ലാം ഒരു 1-2 വർഷം അവിടെ പോയി പഠിച്ച് അതിനുശേഷം കിട്ടുന്ന 2 വർഷത്തെ ഒരു സ്റ്റേ ബാക്ക് മാത്രം ലക്ഷ്യം കണ്ടിട്ട് എന്ത് ജോലിയും ചെയ്ത് ആ നാട്ടിൽ നിന്നോളാം എന്നുള്ള മൈൻഡ് സെറ്റുമായിട്ട് അവർ പോകുന്നത്. ഇവരാരും തിരിച്ചു വരാൻ വേണ്ടി പോകുന്നവരല്ല. ഇവർ നാട്ടിൽ വന്ന് മാസം അല്ലെങ്കിൽ വർഷത്തിൽ 2-3 വർഷം കൂടുമ്പോൾ ഇവിടെ വന്ന് 1-2 മാസം നിന്നിട്ട് ഇവർക്ക് തിരിച്ചു പോയി ആ നാട്ടിലെ സൗകര്യങ്ങൾ ആസ്വദിക്കണം, ആ രാജ്യത്ത് ജോലി ചെയ്യണം, ആ രാജ്യത്തെ കൾച്ചറും ആ രാജ്യത്തെ രീതികളിലും പോകണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഇവിടെ നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റം കുറച്ചുകൂടെ വിദേശ പങ്കാളിത്തമുള്ള കുറേ എഡ്യൂക്കേഷൻ സിസ്റ്റം മാത്രം കൊണ്ടുവന്നത് കൊണ്ടൊന്നും കാര്യമില്ല. ഇവരുടെ പ്രൈം ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറുക എന്നുള്ളതാണ്. അങ്ങനെ കുടിയേറാനുള്ള കാരണം സാമ്പത്തികവും അതേപോലെ തന്നെ സംസ്കാരപരമായിട്ടുള്ള കാര്യങ്ങളും അടിസ്ഥാനപരമായിട്ടുള്ള അവസരങ്ങളുടെ കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ പോകുന്ന ആളുകളെ ഒരു പരിധി വരെ ഇവിടെ പിടിച്ചിർത്താൻ പറ്റും. അല്ലാതെ നീ ഇപ്പം പോവണ്ട എന്ന് പറഞ്ഞ് നമുക്ക് ആരെയും പിടിച്ച് വീട്ടിലിരുത്താനോ അല്ലെങ്കിൽ നാട്ടിൽ ഇരുത്താനോ നമ്മുടെ ഈ ലോകത്ത് പറ്റത്തില്ല. പക്ഷേ അവരെ നമ്മൾ പിടിച്ചിരുത്താനുള്ള അവന് അവസരങ്ങൾ ഈ നാട്ടിൽ തന്നെ കൊടുത്തുകൊണ്ട് അവൻ സന്തോഷത്തോടെ ഇവിടെ നിൽക്കാനുള്ള ഒരു സാഹചര്യം അവൻ ഉണ്ടാക്കി കൊടുക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഇനി ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ, ഞാൻ ഈ പറഞ്ഞ പത്രത്തിലെ ഈ ഒരു ക്ലിപ്പ് ഞാൻ ഈ വീഡിയോയുടെ ആദ്യമേ ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഈ സൈഡിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കാനായിട്ട് ഇപ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പം ബേസിക്കലി ഇനി ഇതിന് പുറമെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയ സമയത്ത് ഞാനൊരു വീഡിയോ കണ്ടു. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ആ കുഞ്ഞ് 2 റീൽസും കൂടെ ഞാൻ ഈ വീഡിയോയുടെ ഭാഗമായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോയും കൂടെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ ഉണ്ടാവും. എന്തുകൊണ്ടാണ് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്നത് ഒരു സാധാരണക്കാരൻ്റെ പെർസ്പെക്റ്റീവിൽ. ഈവൻ ഞാനൊരു മറ്റൊരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ നോക്കിയാൽ എൻ്റെ കാരണങ്ങൾ ഇതൊക്കെ ആവാം.
അല്ലാതെ അത് അങ്ങനെ ഓരോ ആളുകളും ചിന്തിക്കണം. ഇനി നമ്മുടെ ഭരണത്തിലിരിക്കുന്ന ആളുകളും ഇങ്ങനെ ചിന്തിക്കണം. അവർക്ക് ഭരണമുണ്ട്, അവരുടെ കയ്യിൽ അധികാരവും അതേപോലെ തന്നെ അവരുടെ ഈ പണവും എല്ലാം ഉള്ളതുകൊണ്ട് അവർക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. പക്ഷെ ഒരു സാധാരണക്കാരനായ ഒരാളെ സംബന്ധിച്ച് അവൻ്റെ കയ്യിൽ ഈ ഭരണമോ അല്ലെങ്കിൽ ഇവൻ്റെ അവനാവശ്യമുള്ള സമ്പത്തോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവൻ മൈഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൂടുതൽ തൊഴിൽ സാധ്യതകളും ബിസിനസ് ചെയ്യാനുള്ള അവസരങ്ങളും നല്ല അടിസ്ഥാന സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയാൽ അതുവഴി നമ്മുടെ നാട്ടിലുള്ള യുവാക്കൾ ഇവിടെ തന്നെ നിൽക്കും. ആ യുവാക്കൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് കൂടുതൽ നമ്മുടെ സ്റ്റേറ്റിനും നമ്മുടെ രാജ്യത്തിനും നമ്മുടെ ഈ നാടിനും തന്നെയാണ് കിട്ടുന്നത്. സോ അത് നമ്മൾ ആ രീതിയിൽ വേണം നമ്മൾ ഇതിനെല്ലാം സമീപിക്കാൻ വേണ്ടി. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ ആരോടും ഇത് തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് മൊത്തം ശരിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു സാധാരണക്കാരൻ്റെ മനസ്സിൽ ഒരു സാധാരണക്കാരൻ മൈഗ്രേറ്റ് ചെയ്യുന്നതിനുള്ള കാരണമാണ് ഞാനീ പറയുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഇപ്പൊ തന്നെ ആഡ് ചെയ്യുക, നിങ്ങളൊന്ന് കണ്ടിട്ട് വരും കേട്ടോ. തുറന്ന കാര്യം പറയാം, ഇപ്പോഴും ഇത്രയും റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് ഓരോ ഇൻഡേക്കിലും ഇങ്ങോട്ടേക്ക് വരുന്ന ആപ്ലിക്കേഷനുകളുടെ എണ്ണം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തലപറ്റും. നമ്മുടെ നാട്ടിൽ പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റവും ആ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ഇറങ്ങുന്ന എല്ലാ ഗ്രാജുവേറ്റ്സിനും കറക്റ്റ് ആയിട്ടുള്ള അവരുടെ സ്കില്ലിനനുസരിച്ചുള്ള വേതനം കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ജോലിയും നമ്മുടെ നാടും നമ്മുടെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാളും നാട് വിട്ട് വെളിയിൽ പോകില്ല. നമ്മുടേത് എന്ന് പറയുന്നത് നമ്മുടെ നാടൊക്കെ ആയിരിക്കും, അവിടെ നിൽക്കുന്നത് നമുക്ക് ആഗ്രഹം. ആ നാട് വിട്ട് മറ്റൊരു രാജ്യത്ത് അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടി ജോലി ചെയ്യുന്ന നമ്മള് ഗതികേട് എന്നുള്ളത് ഇൻഡയറക്റ്റ് പറഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ആ വീഡിയോ കണ്ടു കാണും. അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് എന്താ പറഞ്ഞത്? നമ്മുടെ നാട്ടിൽ തന്നെ നല്ല സാലറിയിൽ നല്ല സാഹചര്യങ്ങളിൽ ജോലി ചെയ്യാൻ അവനവൻ പഠിച്ച മേഖലയിൽ തന്നെ ജോലി ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ ആളുകളെല്ലാം നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കുമെന്നാണ് ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞേക്കുന്നത്. അതുതന്നെയാണ് ഞാനും ഈ വീഡിയോയ്ക്കകത്ത് ഇത്രയും നേരം പറഞ്ഞത്. ഇനി അതിന് പുറമെ ഈ പോയ ആളുകളൊന്നും ഈ രാജ്യത്ത് പോയി അവനവൻ പഠിച്ച മേഖലയിലൊന്നും അല്ല ജോലി ചെയ്യുന്നത്. ഇവരെല്ലാം എത്ര പേര് അവനവൻ പഠിച്ച മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓരോരുത്തരും സത്യസന്ധമായിട്ട് നിങ്ങൾ പഠിച്ച മേഖലയിൽ തന്നെയാണ് നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പുറത്ത് പോകുന്ന, അല്ലെ നമ്മുടെ ഇന്ത്യയിലല്ലേ പറയുന്നത്, പുറത്ത് പോയി ജോലി ചെയ്യുന്ന ആളുകൾ എത്ര പേരുണ്ട്. പലരും സത്യം പറയണമെന്നില്ല. ഇനി സത്യം പറഞ്ഞ് വരുന്നവരുടെ എണ്ണം വളരെ കുറവുമായിരിക്കും. കാരണം എന്താ? ഇവരെല്ലാം എന്തെങ്കിലും അൺസ്കിൽഡ് കാറ്റഗറിയിൽ ജോലി ചെയ്യാനും അല്ലെങ്കിൽ എങ്ങനെയും അവർ അൺസ്കിൽഡ് കാറ്റഗറി ചൂസ് ചെയ്യുമ്പോഴും അവർക്ക് നല്ല സാലറി ഇവിടെ കിട്ടുന്നുണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ കേട്ടോ. ഈവൻ ഒരു അൺസ്കിൽഡ് കാറ്റഗറി ജോലി ചെയ്താൽ പോലും അവർക്ക് നല്ല സാലറിയൊക്കെ കിട്ടുന്നുണ്ട്. ആ സാലറിയാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. കഷ്ടപ്പെടാൻ അവർ തയ്യാറാണ്, അവർക്ക് നല്ല സാലറി കിട്ടണം, അതാണ് അവിടെ മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പം നമ്മൾ ആദ്യമേ ഇപ്പം പറഞ്ഞ കാര്യം ഒരു മെയിൻ പോയിൻ്റാണ്. ഇതിവിടെ തൽക്കാലം ഇരിക്കട്ടെ. ഇനി നമ്മൾ രണ്ടാമത് പറയാൻ പോണ കാര്യമാണ്, ഇത് നമുക്ക് സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള വേറെ ഒരാൾ മാത്രം ചിന്തിച്ചാൽ ശരിയാവുന്ന ഒരു കാര്യമൊന്നുമല്ല. ഇനി ഓരോ മനുഷ്യൻ്റെയും മെൻറ്റാലിറ്റിയാണ്. നമുക്കറിയാം ഇന്നത്തെ ഒരു സമൂഹത്തിൽ നമ്മുടെ നാട്ടിലൊരാൾ ജോലി ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കിയാൽ എന്തെങ്കിലും വില കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? കഴിഞ്ഞ 5 വർഷം മുമ്പ് വരെ നമ്മുടെ നാട്ടിലൊരു രീതി അനുസരിച്ച് ഒരാൾക്ക് നല്ല ജോലി ഉണ്ടല്ലേ അവൻ സെക്യൂർ ആണെന്ന് പറയുന്നത് അവനൊരു ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്നപ്പോഴാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇന്നൊരു കല്യാണ മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരാളെ നല്ല ജോലിക്കാരനായിട്ടും നല്ലൊരു സ്കോപ്പുള്ള ഒരാളായിട്ടും കാണുന്നത് വിദേശത്ത് ജോലിയുള്ള ഒരാളെയാണ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈവൻ ഒരു ഗവൺമെൻറ് ജോലിക്കാരന് പോലും ഇപ്പോൾ ഒരു പെണ്ണ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? അതേപോലെ തന്നെ സ്വാഭാവികമായിട്ടും പണ്ടൊക്കെ ഗൾഫിൽ ജോലിയുള്ള ആൾക്കാർക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് കല്യാണ മാർക്കറ്റിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് അവർക്കുണ്ടോ? ഇന്നൊരു പെണ്ണിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവൾ പറയുന്ന ഡിമാൻഡ് എനിക്ക് UK-ലോ US-ലോ കാനഡയിലോ ഇങ്ങനെയുള്ള ഏതെങ്കിലും രാജ്യത്ത് ജോലിയുള്ള ഒരു ചെറുക്കനെ മതിയെന്നേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതില്ലാത്ത ആളുകൾക്ക് കല്യാണം കഴിക്കണ്ടേ, ജീവിക്കണ്ടേ, കുടുംബം വേണ്ടേ? ഇങ്ങനെ സമൂഹം ഒരാളെ ഫോഴ്സ്ഫുള്ളി മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുവാണ്. ഇതൊന്നും ചോദ്യം ചെയ്യാൻ ഈ നാട്ടിൽ ആരുമില്ല. നമ്മുടെ നാട്ടിൽ സ്ത്രീധനം നിയമപരമായിട്ട് തെറ്റാണ്, അല്ലെങ്കിൽ അത് ചെയ്യുന്നയാളെ ശിക്ഷിക്കാൻ ഈ നാട്ടിൽ നിയമമുണ്ട്. പക്ഷെ ഒരു പെണ്ണ് പറയുന്ന ഡിമാൻഡിനെ ചോദ്യം ചെയ്യാനും ഒരു മനുഷ്യൻ എവിടെ ജീവിക്കണമെന്ന് അവൻ ജനിച്ചു വളർന്ന നാട്ടിൽ നല്ല ജോലി ചെയ്ത് അല്ലെങ്കിൽ അവന് പറ്റുന്ന ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ അവൻ തയ്യാറാവുമ്പം സമൂഹം അതിനെ അനുവദിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ പെൺകുട്ടികളും ആ പെൺകുട്ടികളുടെ പേരൻസും അല്ലെങ്കിൽ ഒരു സൊസൈറ്റി മുഴുവൻ ഒരു കല്യാണത്തിന് അല്ലെങ്കിൽ ഒരു പൊതു പരിപാടിക്ക് ചെല്ലുന്ന സമയത്ത് മോൻ്റെ ജോലി എന്താണ് എന്ന് ചോദിക്കുന്നത് എന്തിനാ? അവൻ എത്രത്തോളം റെസ്പെക്റ്റ് കൊടുക്കണമെന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ്. നാട്ടിൽ ഞാനൊരു സാധാ ജോലി ചെയ്യുന്ന ഒരുത്തനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും റെസ്പെക്റ്റ് ഈ നാട്ടിൽ കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള യുവാക്കൾ കടൽ കടക്കാൻ, ഈവൻ മനസ്സോടെയാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ നിന്ന് കടൽ കടന്നു പോകാനായിട്ടുള്ള കാരണം. അവനവൻ ചെയ്യുന്ന ജോലിക്ക് മാന്യമായ കൂലിയും മാന്യമായ പരിഗണനയും ലഭിക്കുന്ന ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ ഈ ആളുകളെല്ലാം ഉണ്ടാവും. ഈ വിദേശത്ത് പോകുന്ന ആളുകൾ അവിടെ പോയി ഓട ക്ലീൻ ചെയ്താലും കക്കൂസ് കഴിക്കാലും ഹോട്ടലിൽ നിന്ന് ജോലി ചെയ്താലും ഒരു ഇറച്ചിവെട്ട് കടയിൽ പോയി നിന്ന് ജോലി ചെയ്താലും
ആരും നാട്ടിൽ അറിയുന്നില്ല. നാട്ടിൽ വരുമ്പോൾ അവൻ പറയുന്നത് എന്താ, ഞാൻ UK കാരനാണ്, ഞാൻ കാനഡക്കാരനാണ്, എന്താണ് ജോലി എന്ന് പറയുന്നില്ല. ഏതെങ്കിലും ഒരു നാട്ടിൽ തോന്നുന്നുണ്ടോ നിൻ്റെ ജോലി എന്താണെന്ന് ചോദിക്കുമ്പോൾ UK എന്ന് പറയുന്നത്? അതാണോ അവൻ്റെ ജോലി? അല്ല, അവന് ആ നാട്ടിലൊരു ജോലിയുണ്ട്, പക്ഷേ അത് ഇവൻ ഈ നാട്ടിൽ വന്ന് പറയാൻ പറ്റത്തില്ല. നാണക്കേടാണ്. നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ ആളുകളുടെ ചിന്താഗതിയാണ് ഇവിടുത്തെ പ്രശ്നം. ഇതാണ് രണ്ടാമത്തെ ഒരു കാരണം. മനുഷ്യൻ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പോകാനുള്ള ആളുകളുടെ മേജറായിട്ടുള്ള മറ്റൊരു കാരണം സാമ്പത്തികവും അവസരങ്ങളും സൗകര്യങ്ങളും എല്ലാം നോക്കുന്ന സമയത്ത് അതേപോലെ തന്നെ മേജറായിട്ടുള്ളൊരു കീ ഫാക്ടറാണ് നാട്ടിൽ നിലയും വിലയും കിട്ടാൻ വേണ്ടി അവനവൻ ചെയ്യുന്ന ജോലി അത് എന്തുമാവട്ടെ, അവന് കിട്ടിയ അവസരം അതാണ് ചെയ്യുന്നത്. നാട്ടിലൊരു കൂലിപ്പണി എടുക്കുന്ന ആൾക്ക് ഇപ്പോൾ എത്ര രൂപ ശമ്പളം കാണും? 1000 രൂപ ദിവസമുണ്ട്. 30 ദിവസം അവൻ പോട്ടെ, 25 ദിവസം അവൻ പണിയെടുത്താൽ അവന് 25,000 രൂപ ശമ്പളമുണ്ട് ഇല്ലേ? അവൻ എന്തെങ്കിലും ഒരു പരിഗണനയോ കാര്യമോ ഈ നാട്ടിലുള്ള ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ? നാട്ടിലൊരു വെൽഡറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എന്തെങ്കിലും പരിഗണന കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അവനവൻ ചെയ്യുന്ന ജോലി എന്താണെന്നുപരി അവൻ മാന്യമായി അധ്വാനിച്ചാണോ ജീവിക്കുന്നത് എന്നാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ അവൻ എന്ത് ജോലി ചെയ്യുന്നു എന്നല്ല. മറ്റൊരുത്തൻ്റെ പിടിച്ചു പറിക്കാനോ കക്കാനോ മോഷ്ടിക്കാനോ മറ്റൊരുത്തൻ്റെ സ്വത്തുവകകൾ അപഹരിക്കാനോ പോകുന്നുണ്ടെങ്കിൽ ഓക്കെ, അവനെ നമ്മളെ മാന്യമായിട്ട് അവനെ ട്രീറ്റ് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരുത്തൻ സ്വന്തമായി അധ്വാനിച്ച് മാന്യമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അവനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അവൻ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്, അവൻ അധ്വാനിച്ചാണ് ജീവിക്കുന്നത്, അവൻ എന്ത് വിലയാണ് നമ്മുടെ സമൂഹത്തിൽ കൊടുക്കുന്നത്? ഇതാണ് ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് പോകാനുള്ള മെയിനായിട്ട് കാരണം. ഇതൊന്നും ആരും പറയുന്നില്ല, ഇതൊന്നും ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല. ഇതിനെല്ലാം ഉള്ള പരിഹാരം ഈ നാട്ടിൽ തന്നെ നമ്മുടെ ഇടയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള യുവാക്കൾ ഈ നാട്ടിൽ തന്നെ ഒരു പരിധി വരെയെങ്കിലും നിൽക്കാൻ ശ്രമിക്കും. അങ്ങനെ ചെയ്താലേ നമ്മുടെ നാട് വികസിക്കുകയുള്ളൂ. നമ്മുടെ നാട്ടിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട യുവതലമുറയെ ഇങ്ങനെ വിദേശത്തേക്ക് കുടിയേറ്റത്തിന് വേണ്ടി പ്രേരിപ്പിച്ച് അവരെ മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറ്റത്തിലേക്ക് തള്ളിവിടുമ്പോൾ നമ്മുടെ നാട്ടിലെ മുതിർന്ന ആളുകൾക്കും നമ്മുടെ നാട്ടിലെ ഈ സൊസൈറ്റിയുടെയും പ്രശ്നം കൂടെയാണ് ഒരാൾ മൈഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ള കാരണം. അപ്പോൾ ഒരാളുടെ ജീവിതം നശിക്കാൻ ഒരാളെ ഈ നാട്ടിൽ നിന്ന് മനഃപൂർവ്വം ബോധപൂർവം പറഞ്ഞു വിടാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. സോ ഇതിലൊക്കെ നമുക്ക് കുറച്ച് ശ്രദ്ധ കൊടുക്കാം. അവരെയും കൂടെ പരിഗണിക്കാനുള്ള, ഒരാളുടെ തൊഴിലും അല്ലെങ്കിൽ അവൻ്റെ വരുമാനത്തെയും വെച്ച് അവനെ പരിഗണിക്കാതെ അവൻ എന്തു തന്നെയാണ് ചെയ്യുന്നതെങ്കിലും അവൻ മാന്യമായി അധ്വാനിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ അവന് വേണ്ട ഒരു പരിഗണനയും അവന് അതിൻ്റെ സ്വീകാര്യതയും കൊടുക്കാനുള്ള ഒരു മര്യാദ നമ്മുടെ സമൂഹം ചെയ്യണം. എല്ലാ ആളുകൾക്കും അവരവരുടേതായ ആഗ്രഹങ്ങളില്ലേ? ഈ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഓരോ ആളുകൾക്കും അവരവരുടേതായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം ഇല്ലേ? മറ്റൊരാളുടെ ആഗ്രഹങ്ങളെയും അവകാശത്തെയും നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഒരുത്തിന് നാട്ടിൽ നിൽക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ അവനെ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിൻ്റെ ഈ ഒരു സ്വഭാവം കാരണം അവനെ നിർബന്ധിച്ച് മറ്റൊരു നാട്ടിലേക്ക് വിടുമ്പോൾ ആരാ തെറ്റുകാരൻ? അവിടെ സമൂഹം തന്നെയല്ലേ? സോ എല്ലാവരും ഇതൊന്ന് ആലോചിക്കുക, ചിന്തിക്കുക. സോ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പറയാനായിട്ട് ആഗ്രഹിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങളും കമൻസും ഒക്കെ നമ്മളെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ വീഡിയോസ്, നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൊണ്ട് എനേബിൾ ചെയ്ത് വെക്കുന്ന കാര്യം കൂടെ ശ്രദ്ധിക്കുമല്ലോ. സോ അങ്ങനെയാണ് നമുക്ക് ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ ടേക്ക് കെയർ, ബൈ.